വിമാനയാത്ര പലർക്കും വളരെ ഇഷ്ടമാണ്. പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ആവേശവും ഭൂമിയിൽ നിന്ന് 30,000 അടി ഉയരത്തിൽ പറക്കുന്നതിന്റെ സന്തോഷവും ഉണ്ടായിരിക്കും. ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് കാണുന്ന കാഴ്ചകളാണ് മിക്കവരെയും ആവേശത്തിലേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും ഒരു സാഹസികത കൂടിയുണ്ട് ഓരോ വിമാനയാത്രയിലും. വിമാനത്തിൽ കയറിക്കഴിഞ്ഞാൽ സ്ഥിരമായി പാലിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ടേക്ക് ഓഫിന്റെയും ലാൻഡിങ്ങിന്റെയും സമയത്ത് മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക, സുരക്ഷാ സംബന്ധമായി എയർ ഹോസ്റ്റസ് നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ. ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ട്രേ ടേബിൾ ലോക്ക് ചെയ്തു വെക്കുക എന്നത്. എന്നാൽ ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിങ്ങിന്റെ സമയത്തും ട്രേ ടേബിൾ ലോക്ക് ചെയ്തു വെക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ട്രേ ടേബിൾ ലോക്ക് ചെയ്ത് വെക്കുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും ട്രേ ടേബിളുകൾ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ക്രൂ അംഗങ്ങൾ ഉറപ്പുവരുത്തണം. എന്നാൽ ഇത് വെറുതെ ചെയ്യുന്നതല്ല. അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. യൂട്യൂബറും പൈലറ്റുമായ ക്യാപ്റ്റൻ സ്ലീവാണ് ഒരു വീഡിയോയിൽ ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ 90 സെക്കൻഡോ അതിൽ കുറവോ സമയത്തിനുള്ളിൽ വിമാനത്തിൽ നിന്ന് എല്ലാ യാത്രക്കാരെയും പുറത്തിറക്കണമെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയിലും തിരക്കിലും വിമാനത്തിൽ നിന്നിറങ്ങേണ്ടി വന്നാൽ ട്രേ ടേബിൾ അൺലോക്ക് ആയി കിടക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇറങ്ങുന്നതിന് അത് തടസ്സമാകും. അത്തരത്തിൽ എളുപ്പത്തിൽ ഇറങ്ങുന്നതിന് കാലതാമസം വന്നാൽ അത് ജീവൻ രക്ഷിക്കുന്നതിനും തടസ്സമാകും. അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേഗത്തിലുള്ള അടിയന്തര എക്സിറ്റുകൾ സുഗമമാക്കുന്നതിനും എയർലൈനുകൾ പിന്തുടരുന്ന ഒരു നിർബന്ധിത സുരക്ഷാ നടപടിയാണിത്. ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയത്ത് ക്യാബിനുകളിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്ന് ലോകമെമ്പാടുമുള്ള വ്യോമയാന ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിംഗ് ചെയ്യുമ്പോഴും ട്രേ ടേബിളുകൾ ലോക്ക് ചെയ്യുന്നതിന് ഒപ്പം തന്നെ സീറ്റുകൾ നേരെയാക്കാനും യാത്രക്കാരോട് ആവശ്യപ്പെടാറുണ്ട്. സീറ്റ് പിന്നിലേക്ക് ചാഞ്ഞിരിക്കുകയാണെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പിന്നിലുള്ള യാത്രക്കാരന് സീറ്റിൽ നിന്നും ഇടനാഴിയിലേക്ക് പ്രവേശിക്കുന്നതിനും തടസ്സമുണ്ടാകും. വിമാനത്തിലുള്ള എല്ലാവർക്കും അടിയന്തര സാഹചര്യങ്ങൾ എളുപ്പത്തിൽ പുറത്തു കടക്കേണ്ടതിനാണ് ഈ 2 നിയമങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. പാസ്പോർട്ടുകളുടെ ആധുനിക രൂപമായ ഇ പാസ്പോർട്ട് പുറത്തിറക്കി ഇന്ത്യ. പുതുതലമുറ സൗകര്യങ്ങളും അധിക സുരക്ഷയും ഈ പാസ്പോർട്ടുകളിൽ ഉണ്ടാവും. എന്താണ് സാധാരണ പാസ്പോർട്ടും ഈ പാസ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ പാസ്പോർട്ടിനായി എങ്ങനെ അപേക്ഷിക്കാം? എവിടെ നിന്നാണ് ഈ പാസ്പോർട്ട് ലഭിക്കുക? നിലവിൽ ജമ്മു, ഗോവ, നാഗ്പൂർ, ഷിംല, ഭുവനേശ്വർ, ഡൽഹി, റാഞ്ചി, സൂറത്ത്, ഹൈദരാബാദ്, ചെന്നൈ, ജയ്പൂർ, അമൃത്സർ, റായ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ പാസ്പോർട്ടുകൾ ലഭിക്കുകയെന്നതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. സമീപ ഭാവിയിൽ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ നിന്നും ഈ പാസ്പോർട്ട് ലഭ്യമാവും. ഇനി ഗുണങ്ങൾ നോക്കാം. ഈ പാസ്പോർട്ടിന്റെ പിൻ കവറിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും ആന്റിനയും ഉണ്ടാവും. പാസ്പോർട്ട് ഉടമയുടെ ചിത്രങ്ങളും വിരലടയാളവും ജന്മദിനവും പാസ്പോർട്ട് നമ്പറും അടക്കമുള്ള വിവരങ്ങൾ ഈ ചിപ്പിൽ നിന്നും ലഭിക്കും. രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ഈ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ ചോർന്നു പോവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നതാണ് ഈ പാസ്പോർട്ടിന്റെ പ്രധാന ഗുണം. ഈ പാസ്പോർട്ടുകളിലെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഈ ഗേറ്റുകൾ വഴി എളുപ്പത്തിൽ യാത്രികർക്ക് പോവാനാവും. എങ്ങനെ അപേക്ഷിക്കാം? സാധാരണ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഈ പാസ്പോർട്ടിനായും അപേക്ഷ നൽകേണ്ടത്. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വഴിയാണ് പൗരന്മാർക്ക് ഈ പാസ്പോർട്ട് അപേക്ഷ നൽകാനാവുക. അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെയോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെയോ ബന്ധപ്പെട്ട് ബയോമെട്രിക് വിവരങ്ങൾ കൈമാറിയാൽ പാസ്പോർട്ടിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഈ പാസ്പോർട്ടുള്ള മറ്റു രാജ്യങ്ങൾ: അമേരിക്ക, കാനഡ, മെക്സിക്കോ, പെറു, കൊളംബിയ, ചിലി, ബ്രസീൽ, അർജന്റീന, ജർമ്മനി, UK, ഇറ്റലി, ഫ്രാൻസ് എന്നിങ്ങനെ നിരവധി രാജ്യങ്ങൾ ഈ പാസ്പോർട്ട് സംവിധാനം ലഭ്യമാണ്.